പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേരള PSCയുടെ ഏറ്റവും പുതിയ യോഗ തീരുമാനം ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ യോഗ തീരുമാനത്തിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട് പറയാനായിട്ടുള്ളത് പ്രസിദ്ധീകരണത്തിനെന്ന് പറഞ്ഞിട്ട് വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ജനറൽ, സംസ്ഥാനം, സ്പെഷ്യൽ, NCA എന്ന് പറഞ്ഞ് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ വിജ്ഞാപനങ്ങളാണ് ഇനി വരാനായിട്ട് പോകുന്നതെന്നാണ് ഈ ഒരു യോഗ തീരുമാനത്തിനകത്ത് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഡേറ്റ് കാണാൻ കഴിയും 30/5/2022 എന്ന് പറഞ്ഞാൽ ഇന്നാണ്. ഇത് വന്നിട്ടൊരു അരമണിക്കൂർ ആയിട്ടുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത് ജനറൽ സംസ്ഥാന തലം എന്ന് പറഞ്ഞിട്ട് വിജ്ഞാപനം വരാനായിട്ട് പോകുന്നത് മെഡിക്കൽ ഓഫീസർ പ്രകൃതി ചികിത്സ, അതുപോലെ തന്നെ ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ്, മോട്ടോർ മെക്കാനിക് സ്റ്റോർ അസിസ്റ്റന്റ്, ഇൻവെസ്റ്റിഗേറ്റർ ആന്ത്രോപോളജി സോഷ്യോളജി, അതുപോലെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2, പാർട്ട് ടൈം ട്രെയിനിങ് ഇൻസ്ട്രക്ടർ, ജൂനിയർ അസിസ്റ്റന്റ്, ക്യാഷ്യർ കം കീപ്പർ അസിസ്റ്റന്റ്, അതുപോലെ തന്നെ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ്, അതുപോലെ തന്നെ പിന്നെ ഉള്ളത് ചീഫ് സ്റ്റോർ കീപ്പർ എന്ന് പറഞ്ഞിട്ട് ഇത്രയും ലിസ്റ്റാണ് നമ്മുടെ വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞിട്ട് ജനറൽ വിഭാഗത്തിലെ ഇത്രയും ലിസ്റ്റുകളാണ് ഇനി വിജ്ഞാപനം വരാനായിട്ട് പോകുന്നത്. എന്നാൽ നമ്മുടെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലത്തിനകത്ത് വന്നിട്ടുള്ളത് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ, അതുപോലെ അത് മാത്സിനാണ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ, അതുപോലെ തന്നെ മെഷീനിസ്റ്റ് പട്ടികജാതി പട്ടികവർഗം, ബോട്ടിലസ്കാരന്റെ പട്ടികവർഗം, ഇങ്ങനെയുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലം പ്രഖ്യാപിക്കാൻ പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലം, ഇതിനകത്ത് തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ കാര്യമോ അല്ലെങ്കിൽ നമ്മുടെ +2 നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിന്റെ കാര്യമോ ഒന്നും ഇതിനകത്ത് പറയുന്നില്ല. നമുക്ക് ആവശ്യമുള്ളതൊന്നും ഇതിനകത്ത് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു വിഷമകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലത്തിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2, അതുപോലെ LP സ്കൂൾ ടീച്ചറൊക്കെയാണ് വരാൻ പോകുന്നത്. NCA സംസ്ഥാന തലത്തിനകത്ത് വരാനായിട്ട് പോകുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ അറബിക്, അതുപോലെ പട്ടികജാതി പട്ടികവർഗം അസിസ്റ്റന്റ് പ്രൊഫസർ, അതുപോലെ തന്നെ ഉറുദു പട്ടികജാതി അസിസ്റ്റന്റ് സർജൻ, അങ്ങനെയുള്ള പിന്നെ വെറ്റിനറി സർജൻ, അങ്ങനെയുള്ള കുറച്ചെണ്ണം വരാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെയുള്ളത് NCA ജില്ലാതലത്തിനകത്ത് വിവിധ ജില്ലകളിലെ ഹൈസ്കൂൾ ടീച്ചറുകൾ, അതുപോലെ തന്നെ നമ്മുടെ മാത്തമാറ്റിക്സ്, ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ, പിന്നെ ഹിന്ദു നാടാർ പട്ടികജാതി പട്ടികവർഗത്തിന്റെ UPSന്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2, അങ്ങനെയുള്ള കുറച്ചധികം നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഈ ഒരു PDF നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ PDF ഞാൻ അവിടെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കാം കേട്ടോ. ഞാനത് ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പുതിയ നോട്ടിഫിക്കേഷനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ്. എന്തായാലും നമുക്ക് ആവശ്യമുള്ള ഒരു ലിസ്റ്റുകളും ഇതിനകത്ത് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷമകരമായ കാര്യം എന്ന് പറയുന്നത്. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കുകയാണ്. നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിന്റെ മെയിൻസ് എക്സാം, മെയിൻസിന്റെ റിസൾട്ട് വരാനുണ്ട്. അതുപോലെ തന്നെ ഡിഗ്രി ലെവലിന്റെ പ്രിലിംസ് ഒക്കെ എഴുതിയിട്ട് എത്ര ഒരു വർഷം കഴിഞ്ഞെന്ന് തോന്നുന്നു എനിക്ക്. എന്തായാലും ആ ലിസ്റ്റുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും വരും, ഉടനെ തന്നെ ഉണ്ടാവും എന്നൊക്കെ തന്നെ പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ റിലേറ്റഡ് ഫാക്റ്റുള്ള ക്ലാസ്സുകൾ 1ാം ക്ലാസ് ഇന്നലെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 2ാമത്തെ ക്ലാസ് നാളെ ഉണ്ടാവും കേട്ടോ. നാളെ രാവിലെ 8:30 നമ്മൾ റിലേറ്റഡ് ഫാക്റ്റുകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് 2ാമത്തെ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചവർ, നമ്മുടെ കഴിഞ്ഞ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞപ്പോഴത്തേക്കും റിലേറ്റഡ് ഫാക്റ്റുകൾ ശ്രദ്ധിച്ചവരുണ്ടെങ്കിൽ മനസ്സിലായി കാണും. ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ആ റിലേറ്റഡ് ഫാക്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, വരുന്ന ദിവസങ്ങളിൽ ക്ലാസ്സുകൾ കാണുക. കഴിഞ്ഞ റിലേറ്റഡ് ഫാക്റ്റിന്റെ ക്ലാസ് കാണാത്തവർ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം, അതൊന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയ അപ്ഡേറ്റും ക്ലാസ്സുകളൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.